ദേവി ദൈവരൂപത്തിൽ ദേവലോകത്തിലേക്ക് എത്തുന്നു. വേദനയോട് പറഞ്ഞു, പ്രഭു, ഭൂമിയിൽ അധർമ്മം ഭരിക്കുന്നു, രാക്ഷസർ നിരപരാധികളെ കൊന്നൊടുക്കുന്നു, ദയവായി അവരെ രക്ഷിക്കണം. ബ്രഹ്മാവ് വിഷ്ണുവിനെ സമീപിച്ച് രാവണന്റെ ക്രൂരകൃത്യങ്ങളെ കുറിച്ച് വിഷ്ണുവിനോട് പറഞ്ഞു. ദേവന്മാർ എല്ലാവരും കൂടി വിഷ്ണുവിനോട് മനുഷ്യരൂപം സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നു. ഇതേ സമയം അയോധ്യയിൽ മഹർഷിക്ക് അറിയാമല്ലോ, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളായി. നമ്മുടെ 3 ഭാര്യമാരിലും ഇതുവരെ ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനൊരു പരിഹാരമുണ്ട്. ഒരു യാഗമാണ്. ആണോ മഹർഷി? എങ്കിൽ തീർച്ചയായും നമുക്ക് നടത്താം. പുത്രകാമേഷ്ടിയ വിളിക്കൂ, നമുക്ക് യാഗം നടത്താം. അഗ്നിദേവത യാഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു, ഈ പായസം നിങ്ങൾ 3 ഭാര്യമാർക്ക് നൽകുക. ദശരഥൻ സന്തോഷത്തോടെ പ്രാർത്ഥന സ്വീകരിച്ച് തന്റെ 3 ഭാര്യമാർക്കായി പകുത്തു നൽകി. അങ്ങനെ ദശരഥന് 4 മക്കൾ ജനിക്കുന്നു: രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. അയോധ്യയിൽ അത് ഉത്സവകാലമായിരുന്നു. ജനങ്ങൾ എല്ലാവരും അത്യന്തം ആഘോഷിച്ചു. ഇതേ സമയം സ്വർഗത്തിൽ ദേവന്മാർ ആഹ്ലാദത്തിലായിരുന്നു. ഇത് അധർമ്മത്തിന്റെ അവസാനം എന്ന് അവർ ഉറപ്പിച്ചു. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. ഇന്ന് മിഥില രാജ്യത്തിൽ ആഘോഷമാണ്. ജനക മഹാരാജാവിന്റെ മഹാ അലങ്കാരികമായ മിഥില രാജ്യം ഇന്നൊരു ചരിത്ര ദിനമാണ്. അവിടെ സീതാദേവിയുടെ സ്വയംവരം. സീതാദേവിയുടെ കല്യാണമാണ്. ഒരുപാട് രാജാക്കന്മാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കൂ. ഇന്ന് നമ്മുടെ പുത്രി സീതയുടെ വിവാഹമാണ്. ഇത് ശിവഭഗവാന്റെ വില്ലാണ്. ഈ വില്ലാണ് ആരംഭിക്കുന്നു അവർക്ക് എന്റെ മകളെ നാം വിവാഹം ചെയ്ത് നൽകുന്നതാണ്. വരട്ടെ, ഈ ലോകത്തെ ശക്തന്മാരാണെന്ന് നമുക്ക് നോക്കാം. അനേകം രാജാക്കൾ വന്നു പോകുന്നു. ഈ വില്ല് എടുത്താലാണോ സീതാദേവിയെ നമുക്ക് വിവാഹം ചെയ്ത് തരിക? ഇത് നിസ്സാരമല്ലേ. സീതാദേവി, നിങ്ങൾ എനിക്കുള്ളതാണ്. എനിക്കിത് പൊന്നിക്കാൻ കഴിയുന്നില്ല. എനിക്ക് പൊക്കാനാകുന്നില്ല. എനിക്കുള്ളതാണ്. അതാ അയോധ്യയിലെ രാജാക്കന്മാർ വരുന്നു. അയോധ്യയിലെ രാജകുമാരൻ വരട്ടെ. അയോധ്യയിലെ രാജാക്കന്മാർ വരട്ടെ. ജനക മഹാരാജാവിന് പ്രണാമം. സീതയ്ക്ക് പ്രണാമം. നമ്മുടെ പുത്രിയുടെ വരനെ നാം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതാ അയോധ്യയിലെ രാജകുമാരൻ ശ്രീരാമനെ, നമ്മുടെ പുത്രി സീതയെ നാം വിവാഹം ചെയ്ത് നൽകുകയാണ്. മംഗളം ഭവൻ. മന്ത്രിമാരെ കടന്നു വന്നാലും ഞാൻ ഒരു തീരുമാനം അറിയിക്കാൻ പോവുകയാണ്. എനിക്ക് പ്രായമായി വരികയാണ്. ഇനി രാജ്യഭരണം എനിക്ക് തുടർന്നു പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മകൻ രാമനെ അടുത്ത രാജാവായി വരുന്ന ശുഭമുഹൂർത്തത്തിൽ പട്ടാഭിഷേകം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു. ഇതേ സമയം അയോധ്യയിലെ കൈകേയി കാക്കയുടെ മുറി. മഹാറാണി ഒന്നും അറിയുന്നില്ലേ? അയോധ്യയിലെ രാജകുമാരൻ രാമൻ വിജയം കൊണ്ടുവരുന്നു. കൗശലിയേക്കാൾ ശ്രദ്ധിക്കുകയുള്ളൂ.
അമ്മയുടെ ഒരു വിഷമം ഉണർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് നോക്കാം. പ്രിയപതി പത്നി കൽകി, എന്തു പറ്റി? എന്തിനാണ് ഞാൻ അവസരപ്പെട്ടിരിക്കുന്നത്? മഹാരാജൻ മകനെയും മറന്നിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്തെന്ന്? രാമനെ രാജാവാക്കി. അപ്പോൾ നമ്മുടെ പുത്രൻ ഭരതനും രാമൻ നമ്മുടെ മകനല്ലേ? മഹാരാജൻ, എനിക്ക് ഇപ്പോൾ 2 വരം വേണം. ഭരതനെ നമ്മുടെ മഹാരാജാവാക്കാൻ, രാമനെ 14 വർഷത്തേക്ക് വനവാസത്തിന് കഴിയും. അരുത് കൽകി, ഇന്ന് തപസ്സകൾ കാത്തത് കൽകി. രാമ മാപ്പ്. നിന്റെ അച്ഛൻ തെറ്റിയിരിക്കുന്നു. രാമൻ വനവാസത്തിൽ ഒരുങ്ങുന്നു. സാരമില്ല പിതാവേ, ധർമ്മപുത്രൻ എന്ന നിലയിൽ പിതാവിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ. അതുകൊണ്ട് പിതാവിന്റെ ആഗ്രഹം പോലെ രാജഭരണം ഉപേക്ഷിച്ചു 14 വർഷത്തേക്ക് വനവാസത്തിന് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ അങ്ങയുടെ കൂടെ വരുന്നു. അങ്ങേ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് സമ്മതമല്ല. വരൂ താങ്ക് യു. ജ്യേഷ്ഠ, അങ്ങയുടെ കൂടെ വനവാസത്തിന് ഞാൻ വരുന്നു. ഇതേ സമയം കാട്ടിൽ രാക്ഷസിയായ ശൂർപ്പണഖ ഇവരെ കാണുന്നു. അമ്മയുടെ കണ്ണിന്റെ തിളക്കം എന്നെ ആകർഷകയാക്കുന്നു. ഞാൻ അയോധ്യയിലെ രാജകുമാരൻ ശ്രീരാമൻ. അവിടുന്ന് എന്നെ വിവാഹം ചെയ്യുമ്പോൾ ഞാൻ കേവലം ഒരു രാജകുമാരൻ മാത്രമാണ്. എന്റെ സഹോദരൻ ലക്ഷ്മണനാണ് രാജാവ്. അദ്ദേഹത്തോട് സംസാരിക്കും. അയ്യോ, അവിടുന്ന് എന്നെ വിവാഹം ചെയ്യുമോ? ഞാൻ കേവലം ഒരു രാജാവ് മാത്രം. ശരി, എങ്കിൽ നമുക്ക് അങ്ങേ തന്നെയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. നാം അങ്ങേ തന്നെ വായിച്ചിട്ടുള്ളതാണ്. ഞാൻ വിവാഹിതനാണ്. എനിക്ക് അതിഭംഗി ഒരു പത്നിയുണ്ട്. അവളാണ് സീത, ജനപ്രിയായ സീത. ഇത് നമ്മുടെ സൗന്ദര്യത്തെ നീ അപമാനിച്ചോ? നാം ലങ്കാധിപതി രാമന്റെ സൗന്ദര്യം സൂക്ഷിക്കുകയാണ്. നമ്മുടെ പ്രണയത്തെ നീ നിരസിച്ചോ? സുപ്രജയായിട്ട് ഇല്ല, സീത എതിരെ നിന്നെ എനിക്ക് വേണം സാധ്യമല്ല. രോഗികൾക്ക്
ഒരു മാർഗമുണ്ട്. ആ രാമന് ഒരു സുന്ദരിയായ പത്നിയുണ്ട്, സീത. നീ അവളെ തട്ടിക്കൊണ്ടുവന്ന് അവളെ വിവാഹം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് രാമനെ നേടാൻ സാധിക്കും. അതോടെ അയോധ്യ രാജ്യം നമുക്കുള്ളതാവും. ജനകപുത്രി എനിക്ക്, അയോധ്യ രാജ്യം എനിക്ക്, രാമൻ എന്റെ അടിമ. ഞാൻ തന്നെ ഈ ലോകത്തിന്റെ രാജാവിന്, ഞാൻ തന്നെ ഈ ലോകത്തിന്റെ രാജാവിന്. സ്വാമി, നീ നോക്കൂ, എന്റെ കണ്ണുകളാണ്. അതെ അതെ സീതെ, ഭംഗിയുള്ള മാറ്റത്തെ മനോഹരമായ മാലിന്യെ കാണുമ്പോൾ രാജസിംഹ വേഷമാണ്. ഇല്ല, ഇത് പാവമുള്ള നാടൻ. എനിക്ക് മാങ്ങ വേണം. എന്റെ പത്നിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാൻ പാകിസ്ഥാനാണ്. സഹോദരൻ ലക്ഷ്മണ, സീതയ്ക്ക് കാവി ഞാൻ മായനെ ലക്ഷ്മണ, അതെന്റെ സ്വാമിയുടെ ശബ്ദമല്ലേ? ഒന്ന് പോയി നോക്കൂ ലക്ഷ്മണ. എന്റെ സ്വാമിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ലക്ഷ്മണ, ലക്ഷ്മണ, ഒന്ന് പോയി നോക്കൂ. ഞാൻ ധരിച്ചവരെ പുറത്തു പോകാൻ പാടില്ല. എന്റെ സ്വാമിക്ക് അവിടെ പറ്റുമോ? ലക്ഷ്മണ ഇവിടെ നിന്ന് ഞാൻ പറയുകയാണോ? സോദരി, ഞാനൊരു പാവം ഉച്ചാരണമാണ്. 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ? ഇവിടെ നിൽക്കൂ, ഞാൻ പോയി ഭക്ഷണം എടുത്തുതരാം. സോദരി, എനിക്ക് രേഖ താണ്ടി വരാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് വരാമോ? ലക്ഷ്മണ, സീതയുടെ ശബ്ദമല്ലേ കേട്ടത്? ഇവിടെ എന്റെ ധർമ്മപത്നി സീത എവിടെ? ലക്ഷ്മണ, നിന്നോട് ഞാൻ അവിടെ നോക്കാൻ ഏൽപ്പിച്ചതല്ലേ? എവിടെ? സീതേ, ഇനി നിന്നെ ആരും രക്ഷിക്കാൻ കഴിയില്ല. ഇനി നീ എനിക്ക് സ്വന്തം, എനിക്ക് സ്വന്തം. സീതേ, സീതേ, രാമ, ചെടായിട്ടല്ലേ? എന്ത് പറ്റി? എന്ത്? ആര്? രാവണൻ? നീ ലങ്കയുമായി യുദ്ധം തന്നെ പരിഹാരം. എവിടെ എന്റെ വാനര സേനയുടെ? നമുക്ക് സ്ത്രീകളെ കാണാൻ പോവാം. അതെ, ഞാൻ അയോധ്യയിലെ രാജകുമാരൻ ശ്രീരാമൻ. ഞാൻ നിങ്ങളുടെ രാജാവായ സുഗ്രീവനെ കാണാൻ വന്നതാണ്. ഓഹോ, എനിക്ക് സുഗ്രീവനുമായി ഒന്ന് കാണണം ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ രാമൻ സുഗ്രീവനെ കാണുന്നു. സുഗ്രീവൻ ബാലിയുമായുള്ള യുദ്ധം ചെയ്യാൻ രാമന്റെ സഹായം തേടുന്നു. യുദ്ധത്തിൽ ജയിച്ച സുഗ്രീവൻ തന്റെ മുഴുവൻ പടയിൽ അവന് നൽകുന്നു. വാനര പടയുടെ നേതാവായ ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നു. സീതയോ, നീ ഇപ്പോഴും നിന്റെ പതിയെ ഓർത്തിരിക്കുകയാണ്. അവന്റെ കഥ കഴിഞ്ഞു, അവൻ അവസാനിച്ചു. ഇനി ഇവിടെ ഞാനാണ് രാജാവ്. നീ എല്ലാം മറന്ന് മര്യാദയ്ക്ക് എന്നെ വിവാഹം ചെയ്ത് എന്റെ കൂടെ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നീയും എന്റെ വാളിനെയാകും. രാമരാമ, 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 രാമരാമ. ഹേ വേണ്ടടാ, അങ്ങ് ആരാണ്? എന്തിനാണ് എന്റെ പതിയുടെ നാമം ഉച്ചരിക്കുന്നത്? ഞാൻ ഹനുമാൻ, ശ്രീരാമഭക്തനാണ്. ശ്രീരാമനും സംഘവും ഇവിടെ ലങ്കയിൽ നിങ്ങൾ വിശുദ്ധ ഞാനതെങ്ങനെ വിശ്വസിക്കും? ഇതാണ് ശ്രീരാമന്റെ മൂല്യം.
ലങ്കാധിപതിയായ രാവണ, ഇത് നിന്റെ അന്ത്യം. സീതയെ ബാക്കി തലമുറയെ രക്ഷിച്ചുകൊണ്ട് നമുക്ക് അയോധ്യയിലേക്ക് തിരിച്ചു പോകാം. വരൂ ലക്ഷ്മണ. യുദ്ധത്തിൽ രാമൻ രാവണനെ കൊല്ലുന്നു. 14 വർഷങ്ങൾക്ക് ശേഷം അയോധ്യയിലേക്ക് രാമൻ തിരിച്ചു വരുന്നു. ഇത് അധർമ്മത്തിനുമേൽ ധർമ്മം ജയിച്ച ദിവസം, തിന്മയുടെ അന്ധകാരത്തിനുമേൽ നന്മയുടെ വെളിച്ചം വിതറിയ ദീപാവലി ദിവസം.